ഷിപ്പ് യാർഡിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഒന്നുമില്ല. കൃത്യം 10:30 നമ്മുടെ ഷിപ്പ് പുറപ്പെടും. ക്ലിയറിംഗ് സെക്ഷൻ നമ്മുടെ പോക്കറ്റിലാണെങ്കിലും ഇത്തവണ കാണിക്ക് ഇത്തിരി കൂടുതൽ വേണ്ടി വന്നു. കാണിക്ക് ഇത്ര കൂടിയത് കൊണ്ട് ഒരു കുഴപ്പമില്ല. കോട്ടൺ തുണിക്കെട്ടുകൾക്കിടയിൽ കിടന്ന് നമ്മുടെ പഞ്ചലോക വിഗ്രഹങ്ങൾ നൃത്തം ചെയ്യട്ടെ. ചെറിയ ഇരയിട്ട് വലിയ മീനെ പിടിക്കാനല്ലേ ഈ എക്സ്പോർട്ടും കപ്പലും ഒക്കെ. ചരക്ക് ടൊറാൻഡോ തുറമുഖത്തുകൂടി സുരക്ഷിതമായി കടന്നു കിട്ടിയാൽ കാര്യങ്ങളെല്ലാം ഭദ്രം. ഹലോ, who is speaking? ഗൗതം. Oh, Gautam, what a pleasant surprise. നോക്കൂ, ഞാനിപ്പോ ഗൗതത്തെ പറ്റി ഓർത്തതേ ഉള്ളൂ. Who is there? Can you guess? I am Sharon. മൊറൈസ് ഇല്ലേ? ഉണ്ട്. വിളിക്കൂ. Oh, Gautam, why are you in so hurry? It's an urgent matter. Okay, okay. കൊടുക്കാം. ഡാഡി, ഡാഡി, ഗൗതം. ഹലോ, what do you want? പ്രിയദർശിനിയിൽ നിന്ന് തട്ടിയെടുത്ത എക്സ്പോർട്ട് ഓർഡറുമായി പുറപ്പെട്ട നിന്റെ കപ്പൽ ഇന്ത്യൻ തുറമുഖത്ത് നിന്ന് 40 നോട്ടിക്കൽ മൈൽ അകലെ എത്തിക്കഴിഞ്ഞു. വിശദ വിവരം തന്നതിന് വളരെ ഉപകാരം. സോറി മിസ്റ്റർ മൊറായസ്, നിന്റെ കപ്പൽ ടൊറാൻഡോ തുറമുഖത്ത് എത്തില്ല. എടാ ചെറുക്ക, നിന്റെ ചുറ്റിക്കളിയൊന്നും മൊറൈസിനോട് വേണ്ട. അല്ല, നമുക്കൊന്ന് കളിച്ചു നോക്കാം. കൃത്യം 11:20 നിന്റെ കപ്പൽ പുറംകടലിൽ പൊട്ടിത്തെറിക്കും. പിന്നെ ഷിപ്പിന്റെ എഞ്ചിൻ റൂമിലുണ്ടായ ഫയർ എന്ന് വരുത്തി തീർത്താ മതി. വിദേശത്തേക്ക് കയറ്റി അയച്ച കോട്ടൺ തുണികൾക്കുള്ളിൽ ഈ രാജ്യത്തെ വിലമതിക്കാനാവാത്ത പുരാവസ്തുക്കൾ കൂടി ഉണ്ടായിരുന്നു എന്ന് പുറത്താരും അറിയണ്ട. നീ എന്നെ ഒന്ന് പോറി. അതുകൊണ്ട് ഈ യുദ്ധത്തിൽ നീ ജയിച്ചു കേറി എന്ന് കരുതണ്ട. ഈ വെറും തുണിക്കച്ചവടക്കാരൻ ആരോട് യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല. എനിക്ക് നിങ്ങളെപ്പോലെ അധോലോകങ്ങളും അന്തർരഹസ്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് ബോംബും തോക്കും വെച്ച് ഞാൻ ആരോട് സംസാരിക്കാറുമില്ല. എടാ, ഒളിച്ചിരുന്ന് അമ്പെയ്യുന്നത് ഭീരുക്കളുടെ ലക്ഷണമാണ്. അത് നിങ്ങളുടെ തന്ത്രം. അഹമ്മദാബാദിലെ ലക്ഷ്മി നാരായണന്റെ തുണിമില്ലിൽ ഒരുമിച്ച് പഞ്ഞിക്കെട്ടുകൾ ചുമന്ന് നടന്നപ്പോഴും എനിക്കെതിരെ ഒരു കത്തി നിങ്ങൾ എന്തും സൂക്ഷിച്ചിരുന്നു. ഇതുപോലെ പഴംപുരാണങ്ങൾ പാടാൻ എന്റെ കയ്യിലുമുണ്ട്. അന്നും ഇന്നും എന്റെ വഴിയിൽ നീ കുത്തി തുളച്ചു കയറുന്നൊരു മുള്ളായിരുന്നു. ഓ, ഐ സീ. ഒരു നേരത്തെ വിശപ്പടക്കാൻ നമുക്കിരുവർക്കും അരയണ തുട്ടുകൾ എറിഞ്ഞു തന്ന ദൈവത്തെ ചതിച്ച് തുണിമിൽ അപഹരിച്ച് സ്വന്തം കീശയിലേക്കും അയാളുടെ സുന്ദരിയായ മകളെ കബളിപ്പിച്ച് വെപ്പാട്ടിയുടെ കിടക്കയിലേക്കും വലിച്ചു കയറ്റിയ നിന്നെ ഞാൻ പൊളിച്ചു കാട്ടിയതുകൊണ്ടോ? അതേടാ, വേട്ടയാടിയും വെട്ടിപ്പിടിച്ചുമാണ് ഞാൻ എന്റെ പോർക്കുഴലുകൾ ഉയർത്തിയിരിക്കുന്നത്. പക്ഷെ എന്നും എന്റെ മാനത്തിന്റെ കരയ്ക്കുള്ള കത്തിയായിരുന്നു നീ. മാനം, ആ വാക്ക് പറയാൻ നിനക്കെന്താ അർഹത? തട്ടിത്തകർത്ത് മുന്നേറാനുള്ള വെമ്പലിൽ നീ ഉടച്ചെറിഞ്ഞ വിഗ്രഹങ്ങൾ നിന്റെ മാനത്തിന്റെ കഥ പറയും. ദാസ്, വാക്കുകൾ അതിർത്തികൾ താണ്ടിയാൽ മൊറൈസ് മറുപടി പറഞ്ഞത് തൂക്കുകൊണ്ടായിരിക്കും.
ഭീഷണിയാണോ? എന്റെ മകളുടെ ജീവന് നീ വില പറഞ്ഞിട്ടും ഞാൻ അതേ നാണയത്തിൽ തിരിച്ചു തന്നിട്ടില്ല. എന്റെ കപ്പൽ ബോംബ് വെച്ച് തകർത്തിട്ട് നീ പുണ്യാളം ചമയുന്നോ? ഹ, നിന്റെ മോടെ കാവൽപ്പട്ടിക്ക് എന്റെ തല വേണമല്ലേ? കൊടുക്കാം, തല ഞാൻ കൊടുക്കാം. പക്ഷെ അതിനു മുമ്പ് നിന്റെയും നിന്റെ മകളുടെയും അവന്റെയും തല ഞാൻ റോട്ടിലിട്ട് ഉരുട്ടും. എനിക്ക് വേണമെങ്കിൽ ഒറ്റ വെടിക്ക് നിന്നെ കൊല്ലാം. പക്ഷെ ഞാൻ വിടുന്നു. ഒന്നോർത്തോ, മൊറൈസിന്റെ അങ്കിക്ക് നിന്റെ മകൾ ചീട്ടിട്ടാൽ ആ അങ്കി കൊലക്കേറാക്കി ചക്കരപ്പായിൽ പൊതിഞ്ഞു കെട്ടി ഒരു സമ്മാനം നിനക്ക് ഞാൻ കൊടുത്തയക്കും. ഒളിഞ്ഞു കീറി നാറ്റമടിക്കുന്ന നിന്റെ മകളുടെ ശരീരം മൊറൈസിന്റെ കപ്പൽ ബോംബ് വെച്ച് തകർക്കാൻ നിനക്ക് ആരധികാരം തന്നു? ഒന്നുകിൽ നിനക്ക് അയാളോട് പകയുണ്ട്, അല്ലെങ്കിൽ മറ്റാരോ നിന്നെ വിലക്കെടുത്തിരിക്കുന്നു. ശത്രുവിനെ കീഴ്പ്പെടുത്തുക മാത്രമല്ല, അങ്ങോട്ട് കയറി ആക്രമിക്കുന്നത് യുദ്ധതന്ത്രമാണ്. ഭ്രാന്തമായ ഈ നടപടിയുടെ ഫലങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് എന്റെ മകളാണ്. അവളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് അവളെ നിന്നെ ഏൽപ്പിച്ചത്, അല്ലാതെ അവളുടെ ഉയരെടുക്കാനല്ല. ഡാഡിയോട് ഞാൻ അന്നേ പറഞ്ഞതാണ്, കണ്ട തെരുവ് കൊണ്ടേ പിടിച്ച് എന്റെ ബോഡി ഗാർഡ് ആക്കരുതെന്ന്. എന്റെ മകളുടെ രക്ഷയേക്കാൾ വലിയ ലക്ഷ്യങ്ങൾ നിന്റെ കണ്ണുകളിൽ ഞാൻ കാണുന്നു. നിനക്ക് വേട്ടയാടാൻ അവളെ ആയുധമാക്കരുത്. ഡാഡി, ഇനഫ് ഈസ് ഇനഫ്. എന്റെ കഴുത്തിൽ കയറിട്ട് മുറുക്കുന്നതിന് മുൻപ് ഇയാളെ പറഞ്ഞു വിട്ടേക്കൂ. ഗെറ്റ് ഹിം ഔട്ട്. അതെ, ഇത്രയുമായ സ്ഥിതിക്ക് അതാണ് നല്ലത്. പ്രിയമോളെ, എടുത്തു ചാടി ഒരു തീരുമാനത്തിലെത്തരുത്. മുന്നാബായിയോട് ഒരു വാക്ക് ചോദിച്ചിട്ട് പോരെ? വേണ്ട. മൊറൈസിന്റെ തകർച്ചയ്ക്ക് മാത്രമേ പ്രിയയുടെ ജീവൻ രക്ഷിക്കാനാവൂ. എനിക്ക് വേണ്ടുന്ന അമ്പുകൾ ഞാൻ ഏത് ആവനാഴിന്ന് എടുത്തോളാം. പക്ഷേ നിങ്ങളുടെ മകൾ കുറപ്പുള്ള ഒരു രക്ഷാകവചം നൽകാൻ മറക്കണ്ട. അവൻ പോട്ടെ, മാഡത്തെ രക്ഷിക്കാൻ ഞാനുണ്ട്. ഇത്ര ഇമോഷണൽ ആകണ്ടായിരുന്നെന്ന് തോന്നുന്നു. ഡാഡി, അതോർത്ത് വറി ചെയ്യണ്ട. മിസ്റ്റർ മഹാദേവൻ, യെസ്. നാളെ കോൺഫറൻസിന് പോകാനുള്ള തീരുമാനത്തിൽ മാറ്റമില്ല. അതെന്തിനു മാറ്റിവെക്കണം? ഐ വിൽ ബി വിത്ത് യു. മാഡത്തിന്റെ ദേഹത്ത് ഒരു തരി മണ്ണ് പോലും വീഴില്ല, അത് ഉറപ്പാ. നമ്മുടെ ലക്ഷ്യം അവർക്ക് ഉൾക്കൊള്ളാവുന്നതിലും അപ്പുറത്താണ്. അതിന് അവരെ കുറ്റപ്പെടുത്താനാവില്ല. ഒന്നും മറക്കരുത്, ദാസിന് നിന്നെ കൊണ്ടുള്ള ആവശ്യം തീർന്നിട്ടില്ല. നിനക്ക് ദാസിനെ കൊണ്ടും. തീയിൽ കുരുത്തവനാണ് നീ. തീയിലൂടെ തന്നെ നടന്ന് കയറുകയും വേണം. ഒരുപാട് ദൂരം ഇനിയും പോകേണ്ടതുണ്ട്. മാഡം, നമുക്ക് ആ വഴിയെ പോവാം. അതെന്താ? ദൂരക്കുറവുണ്ട്, എളുപ്പം അങ്ങ് എത്താൻ കഴിയും. ഓക്കേ.